യേശുവിൽ സ്നേഹമുള്ളവരെ, കൃപാവചസ് ധ്യാനത്തിലേക്ക് ഓരോരുത്തരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ നാം കുറച്ചു സമയം വചനത്താൽ പ്രാർത്ഥിക്കുകയും ശേഷം വചനം പങ്കുവെക്കുകയും ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളായിരിക്കുന്ന 4 ദിക്കുകളെയും ഈ നിമിഷം സമർപ്പിക്കുന്നു. ഈശോയെ സംരക്ഷണമായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സമർപ്പിക്കുന്ന സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെ പ്രത്യേകമായിട്ട് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുരക്തത്തിന്റെ വിശുദ്ധീകരണത്തിനും സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോമ 3:25-26, 1 യോഹന്നാൻ 1:7, എഫേസൂസ് 1:7, ഹെബ്രായർ 9:14, ഹെബ്രായർ 12:24, ഹെബ്രായർ 13:20-21, 1 പത്രോസ് 1:18, വെളിപാട് 12:11 ഈശോയുടെ രക്തത്താൽ നിങ്ങൾ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ, സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആബപിതാവിന്റെ പ്രകാശത്താൽ 1 യോഹന്നാൻ 1:7 നിങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ പ്രകാശത്താൽ യോഹന്നാൻ 8:12 ഞങ്ങൾ വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏശയ്യാ 10:17 അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വെളിപാട് 12:1-2 അനുഗ്രഹം, ബാറൂക്ക് 4:1-2 അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്വർഗീയ ദൂതന്മാരോടും ചേർന്ന് ഈശോയെ അങ്ങേ സ്തുതിക്കുന്നു. ഹെബ്രായർ 1:7 ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊളോസസ് 2:5 എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സെയിന്റ് ജോണിനോട് ചേർന്ന് ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സെയിന്റ് സ്റ്റീഫനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സെയിന്റ് പാദ്രെ പിയോനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സെയിന്റ് ആന്റണിയോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സെയിന്റ് പോളിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സക്രിയ 2:5, സക്രിയ 9:18 ഈശോയെ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 147:13 കോട്ടയ്ക്കുള്ള മക്കൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അവിടുത്തെ നാമത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ എന്ന് ഫിലിപ്പിയർ 2:9-11 വരെയുള്ള വചനത്തിലൂടെയും അപ്പോസ്തലർ 4:12 ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏശയ്യാ 22:22, ജോബ് 12:14, വെളിപാട് 3:7, മത്തായി 8:16, സങ്കീർത്തനം 107, 20-21, മത്തായി 16:19, യോഹന്നാൻ 20-23 വചനത്തിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ടും 1 കൊരിന്തോസ് 1:10 കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ടും 1 യോഹന്നാൻ 3:8 കൃപയിൽ നിന്നുകൊണ്ടും ഈശോയെ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ പ്രദേശത്തിന്റെ മേലും ഞങ്ങളായിരിക്കുന്ന ഉത്തരവാദിത്തത്തിന്റെ മേലും ഞങ്ങളുടെ ബന്ധുക്കളുടെ മേലും ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ മേലും ഞങ്ങളെ എതിരായി നിൽക്കുന്നവരുടെ മേലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലും അരൂപികളെ എഫേസൂസ് 2:2, എഫേസൂസ് 5:6, ഏശയ്യാ 30:1, നിയമാവർത്തനം 21:20, 1 സാമുവേൽ 15:23 അനുസരണക്കേടിന്റെ അരൂപികളെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സെഞ്ചുറീസ് ബൈൻഡിങ് സ്പിരിറ്റുകളെ എഫേഷ്യൻസ് 3:5 തലമുറകളിലൂടെ കടന്നു വന്നുള്ള അരൂപികളെ സങ്കീർത്തനം 51:5, 1 പത്രോസ് 1:18, ബാറൂക്ക് 4:35 കാലങ്ങളെ വിട്ടുപോകാത്ത അരൂപികളെ യേശു നാമത്തിലെ എല്ലാ തരത്തിലുള്ള ആത്മാക്കളെ, രോഗാത്മാക്കളെ, അശുദ്ധാത്മാക്കളെ, ദുരാത്മാക്കളെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സംശയ രൂപികളെ ഈശോയെ 1 സാമുവേൽ 18:9-10 വചനത്തിലൂടെ അതിന്റെ എല്ലാ പരിണിത ഫലങ്ങളെയും യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ തരത്തിലുള്ള വഞ്ചനയുടെ അരൂപികളെ ന്യായാധിപൻ 9:23 യേശു നാമത്തിൽ
ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ തരത്തിലുള്ള നുണകളുടെ അരൂപികളെ 1 രാജാക്കന്മാര് 22:22-23 വചനത്തിലൂടെ, യോഹന്നാൻ 8:44 സങ്കീർത്തനം 63:11 സങ്കീർത്തനം 101:7 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്ന. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. 2 കൊരിന്ത്യർ 11:3 അരൂപികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. 2 കൊരിന്ത്യർ 11:14-15 വചനത്തിലൂടെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകൾ, കൺഫ്യൂഷൻസ് യേശുനാമത്തിൽ ഏശയ്യ 19:14 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഈശോയെ, വ്യഭിചാര ദുർബോധത്തിന്റെ സ്വാധീനം മാധ്യമങ്ങളുടെ, ബന്ധങ്ങളുടെ, പരിചയക്കാരിലൂടെ, സുഹൃത്തുക്കളിലൂടെ കടന്നു വരുന്ന ഈ അരൂപികളെ കൂട്ടത്തോടെ ഹോസിയ 5:4-4-12, 2 പത്രോസ് 2:14, മത്തായി 5:8, എസെക്കിയേൽ 20:7, നാഹൂം 3:4-1, യോഹന്നാൻ 2:15-16 വചനത്തിലൂടെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചിരിക്കുന്നു. എല്ലാ തരത്തിലുള്ള കിംവദന്തിയുടെ അരൂപികളെ 2 രാജാക്കന്മാര് 19:7 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചിരിക്കുന്നു. എല്ലാ തരത്തിലുള്ള ലോകാരൂപികളെ, ആത്മീയ വളർച്ചയെ, കൃപയ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന, ഞങ്ങളായി ഇടപെടുന്ന വ്യക്തികളിലൂടെ കടന്നു വരുന്ന ലോകാരൂപികളെ യേശുനാമത്തിൽ, യാക്കോബ് 4:4, റോമ 8:7, ജ്ഞാനം 13:7 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ 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 ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 15:33 യേശുനാമത്തിൽ, സങ്കീർത്തനം 50:18 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ഈശോ എല്ലാ തരത്തിലുള്ള മദ്യാസക്തികളുടെ അരൂപികൾ, സങ്കീർത്തനം 60:3, സുഭാഷിതം 4:17, സുഭാഷിതം 23:29 മുതൽ 35 വരെയുള്ള വചനത്തോടെ, ഏശയ്യ 28:7, ഏശയ്യ 5:11, ഏശയ്യ 5:12, ഏശയ്യ 5:22, ലൂക്ക 21:34, റോമ 13:13 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചേക്കുന്നു. എല്ലാ തരത്തിലുള്ള എതിർപ്പിന്റെ അരൂപികൾ 2 തിമോത്തി 4:14 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ. വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷത്തിന്റെ അരൂപികള് ഉൽപ്പത്തി 4:5 അപ്പസ്തോലനോട് 8:23, ഹെബ്രായർ 12:14, 1 യോഹന്നാൻ 3:12 മുതൽ 15 വരെയുള്ള വചനത്തിലൂടെ, എഫേഷ്യൻസ് 4:31, പ്രഭാഷകൻ 28:1 മുതൽ 7 വരെയുള്ള വചനത്തിലൂടെ, സങ്കീർത്തനം 109:3 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ തരത്തിലുള്ള അഹങ്കാരത്തിന്റെ അരൂപികളെ ജെറമിയ 50:30-31 വചനത്തിലൂടെ, ലൂക്ക 1:51, ഒബേദിയ 1:3, ഏശയ്യ 14:12, പ്രഭാഷകൻ 10:10 മുതൽ 18 വരെയുള്ള വചനത്തിലൂടെ, എല്ലാ തരത്തിലുള്ള സെൽഫ് ഗ്ലോറിയുടെ അരൂപികള്, ആത്മപ്രശംസയുടെ അരൂപികള്, യോഹന്നാൻ 7:17-18, യാക്കോബ് 4:16 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. കാപട്യത്തിന്റെ അരൂപികള് 1 പത്രോസ് 2:1, മത്തായി 24:51, യാക്കോബ് 1:21 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചിരുന്നു. എല്ലാ തരത്തിലും വിജാതീയ രൂപികളെ 1 കൊരിന്ത്യർ 10:19-20 വചനത്തിലൂടെ, ബാറൂക്ക് 4:7, നിയമാവർത്തനം 18:9 മുതൽ 14 വരെയുള്ള വചനത്തിലൂടെ, ലേവ്യർ 19:26, ലേവ്യർ 19:31, നിയമാവർത്തനം 32:17, സങ്കീർത്തനം 106:28, നിയമാവർത്തനം 13:1 മുതൽ 3 വരെയുള്ള വചനത്തിലൂടെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ 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 ഹല്ലേലൂയ. അധർമ്മികളുടെ സ്വാധീനങ്ങളെ ഈശോയെ, ജ്ഞാനം 1:16, ജ്ഞാനം 3:19, സങ്കീർത്തനം 22:16-20, സങ്കീർത്തനം 53:4 യേശുനാമത്തിൽ
ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ വ്യാജ പ്രവാചകരുടെ സ്വാധീനങ്ങളെ എസെക്കിയേൽ 17:1 മുതൽ 10 വരെയുള്ള വചനത്തിലൂടെയും 2 തെസ്സലോനിക്ക 2:1-10 വരെയുള്ള വചനത്തിലൂടെയും ജ്ഞാനം 14:20 വെളിപാട് 2:2 ഗലാത്യ 1:6 മുതൽ 9 വരെ വചനത്തിലൂടെയും 2 കൊരിന്ത്യർ 11:4-5 വചനത്തിലൂടെയും യേശു നാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. കുറ്റാരോപണത്തിന്റെ അരൂപികളെ പ്രഭാഷകൻ 11:7 പുറപ്പാട് 23:7 മത്തായി 7:1 യാക്കോബ് 4:11-12 സുഭാഷിതം 2:1 സക്രിയ 13:1 വെളിപാട് 2:10 യേശു നാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. റോമ 1:23 സങ്കീർത്തനം 106:26 നിയമാവർത്തനം 4:16 മുതൽ 18 വരെയുള്ള വചനത്തിലൂടെ നിയമാവർത്തനം 4:19 എസെക്കിയേൽ 8:16 നിയമാവർത്തനം 17:3 യേശു നാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. എല്ലാ തരത്തിലുള്ള സർപ്പദോഷങ്ങളെ നാഗവിഷങ്ങളെ എസെക്കിയേൽ 26:16 എസെക്കിയേൽ 29:3 ഏശയ്യാ 27:1 ആമോസ് 3:3 ജോബ് 20:12 മുതൽ 15 വരെയുള്ള വചനത്തിലൂടെ റോമ 3:14-15 വചനത്തിലൂടെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. എസെക്കിയേൽ 13:20 ദാനിയേൽ 9:27 ഉൽപ്പത്തി 16:12 യേശു നാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹെബ്രായർ 3:9 എഫേഷ്യൻസ് 4:14 അപ്പോസ്തലരുടെ 17:21 യേശു നാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ജ്ഞാനം 4:12 യേശു നാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. എല്ലാ തരത്തിലും നിദ്രാലസ രൂപികള് റോമ 11:8 മേശ 29:10 യേശു നാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. വ്യർത്ഥ ഭാഷണത്തിലൂടെ കൃപ നഷ്ടപ്പെടുത്തതിന്റെ വരുന്ന അരൂപികള് എഫേഷ്യൻസ് 5:4 പ്രഭാഷകൻ 19:6 2 തിമോത്തി 2:16 യേശു നാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. എതിർ ക്രിസ്തുവിന്റെ അരൂപികളെ 1 യോഹന്നാൻ 4:3 1 യോഹന്നാൻ 2:18 1 യോഹന്നാൻ 2:22 2 യോഹന്നാൻ 7 2 തെസ്സലോനിക്ക 2:1 മുതൽ 12 വരെയുള്ള വചനത്തിലൂടെ മത്തായി 24:24 യേശു നാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. വ്യാജ സ്വപ്ന ദർശന പ്രവചനങ്ങളെ അതിന്റെ അരൂപികളെ അതിന്റെ സ്വാധീനങ്ങളെ ജെറമ്യ 14:14 എസെക്കിയേൽ 22:28 അപ്പസ്തലനോട് 16:16 യേശു നാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. പൈശാചിക അത്ഭുത അടയാളങ്ങളുടെ മേലുള്ള അതിലൂടെ കടന്നു വന്നിട്ടുള്ള എല്ലാ സ്വാധീനങ്ങളും വെളിപാട് 16:13-14 വചനത്തിലൂടെ മത്തായി 24:23-24 വചനത്തിലൂടെ 2 തെസ്സലോനിക്ക 2:3 മുതൽ 5 വരെയുള്ള വചനത്തിലൂടെ ജ്ഞാനം 14:20 യേശു നാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ഭോജന പ്രിയത്തിന്റെ അരൂപികള് ഫിലിപ്പിയ 3:19 റോമ 16:18 യേശു നാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ തരത്തിലുള്ള ഫിലോസഫികള് തെറ്റായ പഠനങ്ങളിലൂടെ കടന്നു വരുന്ന അരൂപികള് കൊളോസസ് 2:8 കൊളോസസ് 2:23 1 തിമോത്തി 6:20-21 വചനത്തിലൂടെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ തരത്തിലുള്ള ഗൂഢാലോചന, ആത്മീയ വളർച്ച, കൃപയിലുള്ള വളർച്ച, സാമ്പത്തിക വളർച്ച അവയെല്ലാം തടസ്സപ്പെടുത്തുന്ന ഏശയ്യാ 8:10 മുതൽ 12 വരെയുള്ള വചനത്തിലും നാഹും 1:9 മുതൽ 12 വരെയുള്ള വചനത്തിലും യേശു നാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിക്കുന്നു. ഒളിഞ്ഞിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന എല്ലാ അരൂപികളും കൃപയിലുള്ള വളർച്ച, ആത്മീയ വളർച്ച തടസ്സപ്പെടുത്തുന്ന അരൂപികള് ജോബ് 40:21 വചനത്തോടെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ
ഹാലേലൂയ, 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 ഹാലേലൂയ. ഈശോയെ, ഞങ്ങൾ അവിടുത്തെ സ്നേഹത്തിൽ നിറയ്ക്കണമേ. റോമ 5:5 അഭിഷേകം നൽകണമേ. ജ്ഞാനം 7:7 ജ്ഞാന ചൈതന്യം നൽകണമേ. ഹാലേലൂയ, ഹാലേലൂയ. അവിടുത്തെ സ്നേഹത്തിന്റെ മുഖങ്ങളായി മാറ്റണമേ ഞങ്ങൾ ഓരോരുത്തരെയും. കൊളോസസ് 4:3 ഈശോയെ, വചനത്തിന്റെ കവാടം തുറന്നു തരണമേ. ഈശോയെ, അവിടുത്തെ സ്നേഹം അനുഭവിക്കുവാനും ആ സ്നേഹം പങ്കുവയ്ക്കാനുള്ള ഉപകരണമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യെശയ്യാ 66:2. യെശയ്യാ 66:2. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേതു തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. യേശുവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നാം ധ്യാനിക്കുക യേശു പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യ മുഖമെന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. ബൈബിൾ തുറക്കുമ്പോൾ നാം കാണുന്നത് മനുഷ്യൻ എന്നും ദൈവമുഖം കാണാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ്. മോശ ദൈവത്തോട് പറയുന്നത് ഇങ്ങനെയാണ്. പുറപ്പാട് 33:18. പുറപ്പാട് 33:18. മോശ പറഞ്ഞു, അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. സങ്കീർത്തകൻ ഇതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവസാന്നിധിയിൽ. ഇതേ ആഗ്രഹത്താൽ സങ്കീർത്തനം 27:8. എന്റെ മുഖം തേടുവിൻ എന്ന് അവിടുന്ന് കൽപ്പിച്ചു. കർത്താവെ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എന്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. സങ്കീർത്തനം 42:2. സങ്കീർത്തനം 42:2. എന്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി തന്നെ. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക? ദൈവം കാരുണ്യവാനാണെന്ന് മനുഷ്യർ അറിഞ്ഞിരുന്നു. മോശയ്ക്കും വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. പുറപ്പാട് 34:6. പുറപ്പാട് 34:6. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവന്റെ മുൻപിലൂടെ കടന്നുപോയി. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ. എങ്കിലും അവിടുത്തെ മുഖം കാണാൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. മോശയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. മോശയ്ക്ക് ദൈവമായി വളരെയധികം സാമീപ്യം ഉണ്ടായിരുന്നു. പുറപ്പാട് 33:11. പുറപ്പാട് 33:11. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടു പോയിരുന്നില്ല. സംഖ്യ 12:8. സംഖ്യ 12:8. അവ്യക്തമായിട്ടല്ല, സ്പഷ്ടമായി മുഖാമുഖം അവനുമായി ഞാൻ സംസാരിക്കുന്നു. അവൻ കർത്താവിന്റെ രൂപം കാണുകയും ചെയ്യുന്നു. അങ്ങനെയിരിക്കെ എന്റെ ദാസനായ മോശയ്ക്കെതിരായി സംസാരിക്കുവാൻ നിങ്ങൾ ഭയപ്പെടാതിരുന്നതെന്ത്? പ്രഭാഷകൻ 45:5. പ്രഭാഷകൻ 45:5. തന്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു. മുഖാഭിമുഖം കൽപ്പനകൾ
ജീവന്റെയും വിജ്ഞാനത്തിന്റെയും നിയമം അവിടുന്ന് നൽകി. യാക്കോബിനെ തന്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തന്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ. ഹെബ്രായർ 3:5. ഹെബ്രായ 3:5. പറയപ്പെടാനിരുന്ന കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതിന് ദൈവത്തിന്റെ ഭവനം മുഴുവനിലും മോശ ഭൃത്യനെ പോലെ വിശ്വസ്തനായിരുന്നു. മോശ യേശുവിന്റെ പ്രതിരൂപമാണ്. അതുകൊണ്ട് മോശയുടെ ജീവിതത്തിൽ കാണുന്ന പലതിൻ്റെയും ഒരു റിഫ്ലക്ഷൻ ഈശോയിൽ നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും ഒരു പിതാവേ എന്നുള്ള ഒരു അഭിസംബോധന മോശയ്ക്ക് ലഭിച്ചിട്ടില്ല. അത് ഈശോയിലാണുള്ളത്. ഈശോ അതുകൊണ്ടാണ് അവിടുത്തെലൂടെ മാത്രമാണ് പിതാവിന്റെ അടുക്കലേക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. യോഹന്നാൻ 14:6. യോഹന്നാൻ 14:6. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഇവിടെ നാം ഒരു കാര്യം അറിയേണ്ടതുണ്ട്. ലോകത്തിലെ ദൈവസങ്കല്പങ്ങളും സംവിധാനങ്ങളും ഒത്തിരിയേറെയുണ്ട്. പക്ഷേ വ്യക്തിപരമായി ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം യേശുവിലൂടെ മാത്രമേ ഉള്ളൂ. ബാക്കി ആരും വ്യക്തിപരമായി ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നില്ല. ഈ ഒരു കാരണത്താൽ തന്നെയാണ് കുറ്റം ആരോപിക്കപ്പെട്ടതും അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളെല്ലാം. അതാണ് നമ്മൾ യോഹന്നാൻ 5:18 വായിക്കുന്നത്. യോഹന്നാൻ 5:18. ഇതുമൂലം അവനെ വധിക്കുവാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. കാരണം അവൻ സാബത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തന്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു. എന്നാൽ ഈ യഹൂദർക്ക് പരിചിതമായ ജെറമിയ അവർ മറന്നുപോയോ? ജെറമിയയില് ദൈവം പിതാവ് എന്ന് വിളിക്കാനുള്ള ആഗ്രഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് ജെറമിയ 3:19 വായിക്കാൻ സാധിക്കുക. ജെറമിയ 3:19. എന്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാനും സകല ജനതകളിലും വെച്ച് ഏറ്റവും ചേതോഹരമായ അവകാശം നിനക്ക് നൽകുവാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. എന്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും എന്റെ മാർഗം നീ ഉപേക്ഷിക്കുകയില്ലെന്നും ഞാൻ പ്രതീക്ഷിച്ചു. അങ്ങനെ യേശു മനുഷ്യാവതാരം ചെയ്യുന്നത് പിതാവായ ദൈവത്തിന്റെ വലിയൊരു സ്നേഹമാണ്, അത്ഭുതമാണ്. ഈ അത്ഭുതം നമ്മളെ ഓരോരുത്തരെയും പിതാവേ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടുന്ന് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പിതാവിനെ അഭിസംബോധന ചെയ്യാനാണ് പഠിപ്പിച്ചത്. മത്തായി 6:9. മത്തായി 6:9. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങനെ ദൈവം പിതാവ് ദൂരെയല്ല, സമീപസ്ഥനാണ് എന്ന് നമുക്ക് വലിയൊരു ആത്മീയ ബോധ്യം തരികയാണ് ചെയ്യുന്നത്. ഗലാത്യ 4:6. ഗലാത്യ 4:6. നിങ്ങൾ മക്കളായതുകൊണ്ട് അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. റോമ 8:15. റോമ 8:15. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. യേശു പിതാവിന്റെ പൂർണ്ണമായ വെളിപ്പാടാണ്. പക്ഷെ അതിനു മുമ്പും ദൈവത്തെ കുറിച്ചറിഞ്ഞവരുണ്ട്. അത് പല രീതിയിലും ഇന്നും അറിയുന്നുണ്ട്. പക്ഷെ ദൈവം ആരാണ്
എന്ന് യേശുവിലൂടെ അല്ലാതെ ആർക്കും വെളിപ്പെടുത്താൻ സാധിക്കില്ല. കാരണം ദൈവം ആരാണെന്ന് ഇന്ന് പല വിധത്തിലും അറിയാം. അത് വചനത്തിലൂടെ നമുക്കറിയാം. ആണ് യോഹന്നാൻ 1:3 നാം വായിക്കുക. യോഹന്നാൻ 1:3 സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. റോമ 1:19-20. റോമ 1:19-20 ദൈവത്തെക്കുറിച്ച് അറിയുവാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോകസൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. ഇതിലൂടെയെല്ലാം ദൈവം എങ്ങനെയാണെന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷെ യേശുവിലൂടെ മാത്രമാണ് നമുക്ക് പിതാവേ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലേക്കും ആ രഹസ്യവും നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. അതാണ് യോഹന്നാൻ 1:18 നാം വായിക്കുക. യോഹന്നാൻ 1:18 ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ഈ ഗാഢബന്ധമാണ് ശരിക്കും ഈ കാഴ്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈശോയെ കാണുന്നവർ പിതാവിനെ കാണും എന്ന് നാം യോഹന്നാൻ 14:9 വായിക്കുന്നത്. യോഹന്നാൻ 14:9 യേശു പറഞ്ഞു, ഇക്കാലമത്രയും ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? അദൃശ്യനായവനെ കാണിക്കുന്നവനാണ് യേശു. കൊളോസസ് 1:15. കൊളോസസ് 1:15 അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനുമാണ്. യേശു വെളിപ്പെടുത്തുന്ന ദൈവം ആരാണ്? ഭയപ്പെടുത്തുന്ന ഒരു ദൈവമോ? ദൂരെ എങ്ങോ ഉള്ള ഒരു ദൈവമോ? അല്ല. ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ഒരു പിതാവിനെയാണ് നമ്മെ കാണിച്ചു തരുന്നത്. യോഹന്നാൻ 3:16. യോഹന്നാൻ 3:16 എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അത്രമാത്രം സ്നേഹിച്ച പിതാവിനെ വെളിപ്പെടുത്തുന്ന ഈശോ നമ്മെ അവസാനം വരെ സ്നേഹിച്ചു എന്നാണ് യോഹന്നാൻ 13:1 നാം വായിക്കുന്നത്. യോഹന്നാൻ 13:1 ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുവാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അവസാനം വരെ സ്നേഹിക്കാനും നമ്മെ പഠിപ്പിച്ച് പിതാവിനോടുള്ള സ്വാതന്ത്ര്യവും പിതാവ് ആരാണെന്നും നമുക്ക് പറഞ്ഞു തരുന്നത് വളരെ ലളിതമായ രീതിയിൽ പോലുമാണ്. അതാണ് നമുക്ക് മത്തായി 7:9-11 വരെയുള്ള വചനത്തിൽ വായിക്കാൻ സാധിക്കും. മത്തായി 7:9-11 വരെ മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിൽ ഉണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. നമ്മെ എത്രയോ പണ്ടേ അങ്ങനെ മക്കളായി തെരഞ്ഞെടുത്തു അവിടുന്ന്. അതാണ് നമ്മൾ എഫേഷ്യൻസ് 1:3-6 വരെയുള്ള വചനത്തിൽ വായിക്കുക. എഫേസസ് 1:3 മുതലുള്ള വാക്യങ്ങൾ സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാവട്ടെ. തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തന്റെ ഹിതവും സാക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തന്റെ പ്രിയപ്പെട്ടവനിലൂടെ
നമ്മിൽ ചൊരിഞ്ഞ തന്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. നാം ദൈവത്തിന്റെ മക്കളാണെന്നും നാം എന്തായി മാറുമെന്നൊക്കെ 1 യോഹന്നാൻ 3:1-2 നാം വായിക്കുന്നു. 1 യോഹന്നാൻ 3:1-2. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ്. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു: അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാവും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ അനുഭവം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് സ്വന്തമാക്കാം. കാരണം ഇന്ന് ബഹുഭൂരിപക്ഷം മനുഷ്യര് അനുഭവിക്കുന്ന ആന്തരിക വേദന എന്നുള്ളത് അനാഥത്വമാണ്. എല്ലാവരുടെയും കൂടെ ആയിരിക്കുമ്പോഴും ഒറ്റയ്ക്കാണെന്നുള്ള ചിന്താഗതികളും വികാരങ്ങളും. അത് ചിലപ്പോൾ കുഞ്ഞുനാൾ മുതൽ ലഭിക്കാതെ പോയ സ്നേഹത്തിന്റെ അഭാവമായിരിക്കാം. പല പല കാരണങ്ങളും ഉണ്ടാകാം. പക്ഷേ ഈ സ്നേഹത്തെ പൂർണ്ണമായി സ്വീകരിക്കാൻ നാം ഒരുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിതാവേ എന്നുള്ള വിളി ഹൃദയത്തിൽ നിന്ന് വരും. സങ്കീർത്തനം 27:10. സങ്കീർത്തനം 27:10. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. ഏശയ്യാ 49:15-16. ഏശയ്യാ 49:15-16. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. ഹോസിയ 11:1. ഹോസിയ 11:1. ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഹോസിയ 11:3. ഹോസിയ 11:3. എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. ഞാൻ അവരെ എൻ്റെ കരങ്ങളിൽ എടുത്തു. എന്നാൽ തങ്ങളെ സുഖപ്പെടുത്തിയത് ഞാനാണെന്ന് അവർ അറിഞ്ഞില്ല. ഹോസിയ 11:4. ഹോസിയ 11:4. കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു, സ്നേഹത്തിന്റെ കയർ തന്നെ. ഞാൻ അവർക്ക് താടിയേലിൽ നിന്ന് നുകം അയച്ചു കൊടുക്കുന്നവനായി. ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി. ഇനി നാം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ശാരീരികമായ ഒരു കാഴ്ചയെ കുറിച്ചല്ല. ഇത് അതിനപ്പുറം ഒരു വ്യക്തിപരമായ സാമീപ്യത്തെ കുറിച്ചാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിനായി പലരെയും ഈശോ ക്ഷണിക്കുന്നുണ്ട്. യോഹന്നാൻ 1:36. യോഹന്നാൻ 1:36. യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു നടന്നു വരുന്നത് അവർ കണ്ടു. ഇതുപോലെ കടന്നു പോകുന്നതും അവർ കാണും. യോഹന്നാൻ 16:28. യോഹന്നാൻ 16:28. ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു. ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിന്റെ അടുത്തേക്ക് പോകുന്നു. ഇനി ശിഷ്യരോട് പറയുന്നത് വന്നു കാണുക. യോഹന്നാൻ 1:38-39. യോഹന്നാൻ 1:38-39. യേശു തിരിഞ്ഞ് അവർ തന്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് ഇതിനർത്ഥം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്ന് കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു.
നത്താനിയേലിനോട് പറയുന്നുണ്ട്, ഈ കണ്ടതല്ല, ഇതിലും വലിയ കാര്യങ്ങൾ കാണുന്നു. ഇതെല്ലാം ഒരു ദൈവിക തലത്തിലേക്കാണ് ഇവരെ വിളിക്കുന്നത്. അത് യോഹന്നാൻ 1:47 മുതൽ 51 വരെ. യോഹന്നാൻ 1:47-51. നഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നഥാനിയേൽ പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. യേശു പറഞ്ഞു, അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നെ വിശ്വസിക്കുന്നു അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. അവൻ തുടർന്നു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദേവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. സൃഷ്ടാവ് ലോകത്തിൽ വന്നപ്പോൾ സ്ഥലമില്ല എന്ന് പത്രക്കാര് പറഞ്ഞു, ലൂക്കാ 2:7. എന്നാൽ സൃഷ്ടാവ് ലോകത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ പറഞ്ഞതോ യോഹന്നാൻ 14:2-3. യോഹന്നാൻ 14:2-3. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. പലരും യേശുവിനെ അന്ന് കണ്ടു. ഇന്ന് പല വിധത്തിലും യേശുവിനെ പലരും കാണുന്നുണ്ട്. എന്നാൽ അവൻ ആരാണെന്ന് കണ്ടില്ല. അന്നും ഇന്നും കണ്ണുകൾ യേശുവിനെ കണ്ടു, പക്ഷേ ഹൃദയം അവനെ തിരിച്ചറിഞ്ഞില്ല. യോഹന്നാൻ 1:10. യോഹന്നാൻ 1:10. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. യോഹന്നാൻ 12:40. യോഹന്നാൻ 12:40. അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ അവർ എന്നിലേക്ക് തിരിഞ്ഞ് ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കുകയും ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്തു. യോഹന്നാൻ 8:19. യോഹന്നാൻ 8:19. അപ്പോൾ അവർ ചോദിച്ചു, നിന്റെ പിതാവ് എവിടെയാണ്? യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ ആവട്ടെ എന്റെ പിതാവിനെ ആവട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. യേശുവിനെ കാണുക എന്നുള്ളത് ഇന്ന് പല സാഹിത്യകാരന്മാരും രാഷ്ട്രീയക്കാരും മതപ്രചാരകരും നമ്മളും കാണുന്നത് വെറും സാധാരണ രീതിയിലാണ്. പക്ഷെ അവിടുത്തെ തിരിച്ചറിയുക എന്നുള്ളത് അത് കൃപയാണ്. യോഹന്നാൻ 14:7. യോഹന്നാൻ 14:7. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. അവിടത്തെ കാണുക എന്ന് പറഞ്ഞാൽ ആ രഹസ്യം വെളിപ്പെട്ട് കിട്ടുക എന്നുള്ളതാണ്. ആ രഹസ്യം ദൈവം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിന് തുറവിയുണ്ടോ? ലൂക്കാ 8:10. ലൂക്കാ 8:10. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയുവാൻ വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്. മറ്റുള്ളവർക്കാവട്ടെ അവ ഉപമകളിലൂടെ നൽകപ്പെടുന്നു. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത്. മത്തായി 11:27. മത്തായി 11:27. സർവവും എന്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ കാഴ്ച എന്ന് പറയുന്നത് ആഴമായ
വിശ്വാസത്തിലേക്ക് വരിക എന്നുള്ളതാണ്. കാഴ്ചയിലല്ല, വിശ്വാസത്താലാണ് മുന്നോട്ട് പോകുമ്പോഴാണ് ഈശോ ആരാണെന്ന് നമ്മുടെ ആത്മാവിൽ ബോധ്യപ്പെടുള്ളൂ. 2 കൊരിന്തോസ് 5:7. 2 കൊറിന്തോസ് 5:7. എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. യോഹന്നാൻ 6:69. യോഹന്നാൻ 6:69. നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. യോഹന്നാൻ 14:11. യോഹന്നാൻ 14:11. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. യോഹന്നാൻ 20:29. യോഹന്നാൻ 20:29. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കാണാതെ വിശ്വസിക്കാൻ ക്ഷണിക്കപ്പെട്ട നാം അവിടത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് 1 പത്രോസ് 1:8-9 നാം വായിക്കുന്നു. 1 പത്രോസ് 1:8-9. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു. യേശുവിന്റെ അനുഗ്രഹങ്ങൾ തേടി പോകുന്നവർ അനേകമാണ്. നാം നമ്മുടെ കൂടെയുള്ളവർക്കും അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കർത്താവിന്റെ സന്നിധിയിൽ വരുന്നത്. ക്രിസ്തു രൂപപ്പെടാൻ വേണ്ടി എത്ര ആത്മഭാരം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് ആണ് നമുക്ക് അവിടത്തേലുള്ള വിശ്വാസത്തിന്റെ വലിപ്പം കാണിക്കുക. എനിക്ക് അപരനിൽ ക്രിസ്തു രൂപപ്പെടുന്നതിന്റെ ആത്മവേദനയുണ്ടോ? ഗലാത്യ 4:19 പറയുന്നത് പോലെ. ഗലാത്യ 4:19. എന്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഈ ഈറ്റുനോവ് അനുഭവിക്കുന്ന ജീവിക്കുന്ന ഒരു അമ്മയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. വെളിപാട് 12:2. വെളിപാട് 12:2. അവൾ ഗർഭിണിയായിരുന്നു, പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു, പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. ഈ ഞെരുക്കം, ഇന്നും മാതാവിലുള്ള ഈ ഞെരുക്കം നമ്മിൽ ക്രിസ്തു രൂപപ്പെടാൻ വേണ്ടിയിട്ടുള്ള നമുക്കെല്ലാവർക്കും സങ്കീർത്തനം 136 എടുക്കാം. അത് രക്ഷാകര ചരിത്രത്തിലുള്ള കർത്താവിന്റെ കാരുണ്യത്തിന്റെ ലുത്തിനിയാണ്. അത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 136 1 മുതൽ. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ദേവന്മാരുടെ ദൈവത്തിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നാഥന്മാരുടെ നാഥന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുന്നവൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ജ്ഞാനം കൊണ്ട് അവിടുന്ന് ആകാശത്തെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് സമുദ്രത്തിന് മേൽ ഭൂമിയെ വിരിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് മഹാദ്വീപങ്ങളെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പകലിനെ ഭരിക്കുവാൻ അവിടുന്ന് സൂര്യനെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. രാത്രിയെ ഭരിക്കാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഈജിപ്തിലെ ആദിജാതരെ അവിടുന്ന് സംഹരിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കരുത്തുറ്റ കരത്താലും നീട്ടിയ ഭുജത്താലും അവിടുന്ന് അവരെ മോചിപ്പിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് ചെങ്കടലിനെ 2 വിഭജിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അതിന്റെ നടുവിലൂടെ അവിടുന്ന് ഇസ്രായേലിനെ നടത്തി, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഫറവോയെയും അവന്റെ സൈന്യത്തെയും അവിടുന്ന് ചെങ്കടലിൽ ആഴ്ത്തി, അവിടുത്തെ കാരുണ്യം അനന്തമാണ്.
തന്റെ ജനത്തെ അവിടുന്ന് മരുഭൂമിയിലൂടെ നയിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. മഹാരാജാക്കന്മാരെ അവിടുന്ന് സംഹരിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കീർത്തിയുറ്റ രാജാക്കന്മാരെ അവിടുന്ന് നിഗ്രഹിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അമോര്യ രാജാവായ സീഹോനെ അവിടുന്ന് വധിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ബാഷാൻ രാജാവായ ഓഗിനെ അവിടുന്ന് സംഹരിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് അവരുടെ നാട് അവകാശമായി നൽകി. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിന് അത് അവകാശമായി നൽകി. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നമ്മുടെ ദുസ്ഥിതിയിൽ അവിടുന്ന് നമ്മെ ഓർത്തു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് നമ്മെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് എല്ലാ ജീവികൾക്കും ആഹാരം കൊടുക്കുന്നു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സ്വർഗസ്ഥനായ ദൈവത്തിന് നന്ദി പറയുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഈ അനന്തമായ കാരുണ്യമാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറയുന്നത്. യോഹന്നാൻ 1:14. യോഹന്നാൻ 1:14. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. ഈ ദർശിച്ച മഹത്വം ഇനി നമ്മിലാണ് വസിക്കേണ്ടത്. നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറഞ്ഞവൻ ഇനി നമ്മിലാണ് വസിക്കാൻ പോകുന്നത്. അതാണ് നാം യോഹന്നാൻ 6:56 വായിക്കുന്നത്. യോഹന്നാൻ 6:56. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. നമ്മുടെ ഇടയിൽ വസിച്ചവൻ ഇനി നമ്മിൽ വസിക്കുമ്പോൾ നാം അവിടുത്തെ ഭവനമായി മാറും. അതാണ് ഹെബ്രായർ 3:6 നാം വായിക്കുന്നത്. ഹെബ്രായർ 3:6. ക്രിസ്തു ആവട്ടെ അവിടുത്തെ ഭവനത്തിൽ പുത്രനെ പോലെയാണ്. ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ നാം അവിടുത്തെ ഭവനമായിരിക്കും. നമുക്ക് ആ വിളിയാണുള്ളത്. പിതാവിന്റെ മുഖം കാണിക്കുന്ന ഭവനമാകാനുള്ള വിളിയാണുള്ളത്. 1 കൊറിന്തോസ് 3:16. 1 കൊറിന്തോസ് 3:16. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? യോഹന്നാൻ 14:23. യോഹന്നാൻ 14:23. യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. വെളിപാട് 3:20. വെളിപാട് 3:20. ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. 1 യോഹന്നാൻ 3:24. 1 യോഹന്നാൻ 3:24. അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു. അവൻ കൽപ്പനകൾ പാലിക്കുന്നവനിലും അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം അവൻ നമ്മിൽ വസിക്കുന്നെന്ന് നാം അറിയുകയും ചെയ്യുന്നു. 2 കൊറിന്തോസ് 6:16. 2 കൊറിന്തോസ് 6:16. ദൈവത്തിന്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ്. എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എന്റെ ജനവുമായിരിക്കും. നമുക്ക് പൗലോസ്ലീഹയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. 2 കൊറിന്തോസ് 1:3. 2 കൊറിന്തോസ് 1:3. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിന്റെയും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവനാവട്ടെ. യേശു പിതാവായ ദൈവത്തിന്റെ കാരുണ്യമുഖമെങ്കിൽ നമ്മുടെ ദൗത്യം കാരുണ്യമുഖങ്ങളാകാനുള്ളതാണ്. അതിനായി അനുഗ്രഹങ്ങൾ യാചിച്ചുകൊണ്ട്
നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.